ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ അനാലിസിസ് എന്ന ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് MMT 006 ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പലർക്കും ഒരു ന്യൂ ടോപ്പിക് ആവാം. അപ്പോൾ നമ്മൾ ലീനിയർ ആൾജിബ്ര, അബ്സ്ട്രാക്ട് ആൾജിബ്ര, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് ഇതൊക്കെ നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചതിന്റെ ഒരു തുടർച്ചയായ ടോപ്പിക്കാണ് നമ്മൾ PGയിൽ പഠിക്കുന്നത്. ഈ ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞത് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ച ടോപ്പിക്കുകൾ നമ്മൾക്ക് അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫങ്ഷണൽ അനാലിസിസ് എന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിൽ എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട്, ഓരോ യൂണിറ്റും എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, പിന്നെ ഇത് പഠിക്കാനായി ആവശ്യമായ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ, പിന്നെ ഓരോ ടേംസും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ എന്താണ് ഫങ്ഷണൽ അനാലിസിസ്, ഇതിനൊക്കെയുള്ള ഒരു ബ്രീഫ് ചെറുതായിട്ട് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ 4 ബ്ലോക്കുകളും 12 യൂണിറ്റ്സും ആണുള്ളത്. ബ്ലോക്ക് 1ൽ 3 യൂണിറ്റ്സ് ആണുള്ളത്. ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത് നോർമൽ ലീനിയർ സ്പേസസിനെ കുറിച്ചാണ്. അതിൽ 3 യൂണിറ്റ്സിൽ ഒന്ന് ഇന്നർ പ്രൊഡക്റ്റ് ആൻഡ് നോംസ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് കണ്ടിന്യൂസ് ലീനിയർ മാപ്സ് ആൻഡ് ഫങ്ഷണൽസ് ആണ്. മൂന്നാമത്തെ യൂണിറ്റ് ഹാൻ ബനാക് തിയറംസ് ആണ്. ഇനി ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ബനാക് സ്പേസസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 4 പറയുന്നത് കംപ്ലീറ്റ്നെസ് ആണ്. യൂണിറ്റ് 5 യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ ആൻഡ് അപ്ലിക്കേഷൻസ് ആണ്. യൂണിറ്റ് 6 ഓപ്പൺ മാപ്പിംഗ് തിയറം ആൻഡ് ക്ലോസ്ഡ് ഗ്രാഫ് തിയറം. യൂണിറ്റ് 7 ഡുവൽ സ്പേസസ്. ബ്ലോക്ക് 3 പറയുന്നത് ഹിൽബർട്ട് സ്പേസസ് ആണ്. അതിൽ ജോമെട്രി ഓഫ് ഹിൽബർട്ട് സ്പേസസും ഓർത്തോനോർമൽ സെറ്റ്സും ഓപ്പറേറ്റേഴ്സ് ഓൺ ഹിൽബർട്ട് സ്പേസസും. ബ്ലോക്ക് 4 പറയുന്നത് സ്പെക്ട്രൽ തിയറി ഓഫ് ഓപ്പറേറ്റേഴ്സ് ഓൺ ഹിൽബർട്ട് സ്പേസസ്. അതിൽ യൂണിറ്റ് 11 പറയുന്നത് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. യൂണിറ്റ് 12 പറയുന്നത് സ്പെക്ട്രൽ തിയറി ഓഫ് കോമ്പാക്റ്റ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞത് കുറച്ചൊരു ലെങ്തി ആയ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിത് പഠിച്ചു വരണമെങ്കിൽ നമുക്ക് ലീനിയർ ആൾജിബ്രയും റിയൽ അനാലിസിസും പിന്നെ ടോപ്പോളജിയും മെട്രിക് സ്പേസസും ഒക്കെ കുറച്ച് അറിയണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫങ്ഷണൽ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലുള്ള കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളും റീകോൾ ചെയ്ത് വരണം. എന്നാലേ നമുക്ക് ഫങ്ഷണൽ അനാലിസിസ് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലുള്ള ടോപ്പിക്സ് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലിരിക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വെക്റ്റർ സ്പേസസ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് ലീനിയർ ഓപ്പറേറ്റർ ആക്റ്റീവ് ഉണ്ട്. അപ്പോൾ ഫങ്ഷണൽ അനാലിസിസ് നമ്മൾ സ്റ്റഡി ചെയ്യണമെങ്കിൽ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യം വെക്റ്റർ സ്പേസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കറിയാം, ഒരു വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പോൾ വെക്റ്റർ സ്പേസ് V/K അല്ലെങ്കിൽ X/K. K എന്ന് പറയുന്നത് റിലേറ്റിംഗ് എ ഫീൽഡ്. ഇപ്പോൾ V എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്കെയിലേഴ്സ് ആണ്. നോൺ എംപ്റ്റി സെറ്റ് ഓഫ് സ്കെയിലേഴ്സ് V എന്ന് പറയുന്നത്, K എന്ന് പറയുന്നത് ഫീൽഡ്. അത് രണ്ട് ഓപ്പറേഷനാണ് അതിലുള്ളത്. ഒന്ന് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും വെക്റ്റർ അഡീഷനും. ഈ രണ്ട് ഓപ്പറേഷനിൽ കുറച്ച് ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വെക്റ്റർ സ്പേസ് എന്നുള്ളതൊന്ന് അതിൻ്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരണം. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ലീനിയർ ആൾജിബ്രയും ടോപ്പോളജിയും റിയൽ അനാലിസിസും മെട്രിക് സ്പേസും ഒക്കെയാണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ടോപ്പിക്സ്. അപ്പോൾ ലീനിയർ ആൾജിബ്രയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വെക്റ്റർ സ്പേസസ്, അതിൻ്റെ സബ് സ്പേസസ്, ലീനിയർ ട്രാൻസ്ഫോർമേഷന്, ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്റ്റേഴ്സ്, പിന്നെ ഓരോ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി വരാം. പിന്നെ ടോപ്പോളജിയിൽ എന്താണ് ടോപ്പോളജി, അതിൻ്റെ ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, അതിൻ്റെ ബേസിക് ഡെഫിനിഷൻസും കാര്യങ്ങളും. റിയൽ അനാലിസിസിൽ കണ്ടിന്യൂറ്റി, സീക്വൻസ്, സീരീസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ മെട്രിക് സ്പേസിലും എന്താണ് മെട്രിക് സ്പേസ്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, പിന്നെ അതിൽ ഓപ്പൺ സെറ്റ്, ക്ലോസ്ഡ് സെറ്റ്, അതിൻ്റെ കണ്ടിന്യൂറ്റി, കൺവെർജൻസ് ഓഫ് എ സീക്വൻസ്, പിന്നെ കോഷി സീക്വൻസ്, കംപ്ലീറ്റ്നെസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കി വരാം. പിന്നെ ഇതെന്ന് പറഞ്ഞത് ഇപ്പോൾ ലീനിയർ ആൾജിബ്ര ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആണെങ്കിൽ, ഈ എന്താണ് ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് കൂടുതൽ ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിനെ കുറിച്ച് ജസ്റ്റ് പറയും, പക്ഷേ കൂടുതൽ നമ്മൾ പറയുന്നത് ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലുള്ള മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത് നോർമൽ ലീനിയർ സ്പേസസ്, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, ഹിൽബർട്ട് സ്പേസ്, ബനാക് സ്പേസ്, അതിലുള്ള കുറച്ച് തിയറംസ്,
പിന്നെ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, ഡ്യുവൽ സ്പേസ്, സ്പെക്ട്രൽ തിയറി ഒക്കെയാണ്. പിന്നെ അതിലുള്ള കുറച്ച് തിയറംസ്, ഇമ്പോർട്ടൻറ്റ് തിയറംസ് ഉണ്ട്. അതിൽ ഹാൻബനാക്ക് തിയറംസ് ആണ്. ഹാൻബനാക്ക് രണ്ട് തിയറംസ് ഉണ്ട്. പിന്നെ ഓപ്പൺ മാപ്പിംഗ് തിയറം, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, അങ്ങനത്തെ കുറച്ച് തിയറംസും ആണ് നമ്മളിതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കണ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് എടുക്കുന്ന ടോപ്പിക്സ് അന്ന് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ചെയ്യും, ഫങ്ഷണൽ അനാലിസിസ് അത്ര ടഫായി വരില്ല. കാരണം എന്താണ്, ഇത് കുറച്ച് ലെങ്തി ആയ ടോപ്പിക്സ് ആണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുറേ കൺസെപ്റ്റ് നമുക്ക് അറിയണം. അപ്പോൾ ഈ കൺസെപ്റ്റ് എന്ത് ചെയ്യണം, ഓരോ ദിവസവും ക്ലിയർ ആക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കണ്ടിന്യൂറ്റി കിട്ടും. പഠിക്കാനുള്ള ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അന്നാന്ന് എടുക്കുന്ന ടോപ്പിക്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിന് പിന്നിലുള്ള ബേസിക്സ് ഒക്കെ, ചില കാര്യങ്ങൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ബേസിക്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക് ഇന്നർ പ്രൊഡക്റ്റ് ആൻഡ് നോംസ് ആണ്. അതിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്താണ്, നോർമൽ ലീനിയർ സ്പേസ് എന്താണ്, അതിൻ്റെ സബ് സ്പേസസ്, അതിനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ്, അതായത് ഇപ്പോൾ ക്യാപിറ്റൽ എൽ പി സ്പേസും സ്മോൾ എൽ പി സ്പേസും ഒക്കെയാണ്. അങ്ങനത്തെ കുറച്ച് സ്പേസസും, ഇന്നർ പ്രൊഡക്ട്സ്, നോർമൽ ലീനിയർ സ്പേസസ്, പിന്നെ അതിൻ്റെ കോഷ്യൻ സ്പേസസ്, പിന്നെ അത് റിലേറ്റ് ചെയ്ത കുറച്ച് തിയറംസും പ്രപ്പോസിഷൻസും കാര്യങ്ങളുമാണ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും നോർമൽ ലീനിയർ സ്പേസും എങ്ങനെ വന്നതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു വെക്റ്റർ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൾജിബ്രായിക് സ്ട്രക്ചേഴ്സ് ഡിഫൈൻ ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മൾ ആൾജിബ്രായിക് ഓപ്പറേഷന്, അഡീഷനൊക്കെ നമുക്ക് അതിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇപ്പോൾ റിയൽ ലൈന്, കോംപ്ലക്സ് പ്ലെയിനോ അല്ലെങ്കിൽ യൂക്ലിഡിയൻ സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ മോഡുലസ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ അതെന്താണ്, ഡിസ്റ്റൻസോ ലെങ്തോ കാണാനുള്ള ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ അതിൽ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു വെക്റ്റർ സ്പേസിൽ മാത്രമേ ഇങ്ങനത്തെ ലെങ്ത് കാണാനുള്ള അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മൾ നോർമൽ ലീനിയർ സ്പേസ്. ഈ ലെങ്ത്തും വെക്റ്റർ സ്പേസിലെ ലെങ്ത്തും ഡിസ്റ്റൻസ് ഒക്കെ കാണുന്നതിന് അനലോഗസ് ആയ ഒരു കേസാണ് നോം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നതാണ്, ഇല്ല നമുക്ക് ലെങ്ത്തും ഡിസ്റ്റൻസും മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ളത്. അതിനുള്ള ഇതാണ് നമുക്കൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വരുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആംഗിൾസും പെർപെൻഡിക്കുലാരിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു നോർമൽ ലീനിയർ സ്പേസ് എന്ന് പറയുന്നത്, ഈ നോം എന്ന് പറയുന്നത് എക്സിൽ നിന്ന് കെയിലേക്കുള്ള, കെ എന്ന് പറയുന്നത് ഫീൽഡാണ്, എക്സ് ഒരു വെക്റ്റർ സ്പേസ് ആണ്. എക്സിൽ നിന്ന് കെയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. അത് 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ നോർമൽ ലീനിയർ സ്പേസ് എന്ന് പറയും. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത് എക്സ് ക്രോസ് എക്സിൽ നിന്ന് കെയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. അപ്പോൾ അതും 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് കണ്ടിന്യൂസ് ലീനിയർ മാപ്സ് ആൻഡ് ഫങ്ഷനൽസ് ആണ്. അതിൽ നമ്മൾ 2 ടോപ്പിക്സ് ആണ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ലീനിയർ മാപ്സ്. രണ്ടാമത്തെ ടോപ്പിക്ക് സ്പേസ് ഓഫ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഒരു മാപ്പ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണ്, അതൊക്കെ നോക്കും. അപ്പം അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ എ എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്ക്, അല്ലെങ്കിൽ ടി എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു മാപ്പാണ്. ആ മാപ്പ് എക്സും വൈയും വെക്റ്റർ സ്പേസസ് ആണെന്ന് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ലീനിയർ സ്പേസ്. അത് നമ്മളിങ്ങനെ ലീനിയർ ആണെന്ന് പറയാം ഒരു മാപ്പ്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് 2 എലമെന്റ്സ് എടുത്തു, x1 x2 ബിലോങ്സ് ടു എക്സ്, പിന്നെ അതുപോലെ ആൽഫ ബീറ്റ ബിലോങ്സ് ടു കെ എന്ന് പറയുന്നത് ഫീൽഡ്. അപ്പോൾ നമ്മളിത് ലീനിയർ ആണെന്ന് പറയണമെങ്കിൽ ഇതെന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ടി ഓഫ് ആൽഫ x1 പ്ലസ് ബീറ്റ x2 ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഓഫ് x1 പ്ലസ് ബീറ്റ ഇൻറ്റു ടി ഓഫ് x2. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലീനിയർ മാപ്പാണെന്ന് പറയും. ലീനിയർ ബൈജക്റ്റീവ് മാപ്സ് എന്താവും, നമ്മൾ ഇപ്പോൾ ബൈജക്റ്റീവ് മാപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് ഐസോമോർഫിസം എന്ന് പറയും അല്ലേ. ഐസോമോർഫിസ് ആണെങ്കിൽ നമ്മൾ എക്സ് എന്ന് വൈയിലേക്കാണെങ്കിൽ എക്സും വൈയും ഐസോമോർഫിക് ആണെന്ന് പറയും. അപ്പോൾ അതിൽ പിന്നെ പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. എന്താണ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് പറയും. പിന്നെ സ്പേസസ് ഓഫ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ്, അതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ യൂണിറ്റ് 3 ഹാൻ ബനാക് തിയറംസ് ആണ്. 2 തിയറമാണ് വരുന്നത്. ഒന്ന് ഹാൻ ബനാക് സെപ്പറേഷൻ തിയറും ഹാൻ ബനാക് എക്സ്റ്റൻഷൻ തിയറും. ഈ ഒരു ഹാൻ ബനാക് സെപ്പറേഷൻ തിയറം എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് ജോമെട്രിക് ഇൻ നേച്ചർ ആണ്. മറ്റേത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് അനലറ്റിക് ആണ് നേച്ചർ. അപ്പോൾ
ആൻഡ് ബനാക് സെപ്പറേഷൻ തിയറം എന്ന് പറയുന്നത് ഒരു നോംഡ് ലീനിയർ സ്പേസിനെ രണ്ട് ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ആക്കിയിട്ട് ഒരു ഹൈപ്പർ പ്ലെയിൻ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ബനാക് എക്സ്റ്റൻഷൻ തിയറം നമ്മൾക്ക് എൻഷുർ ചെയ്യുന്നത് എക്സിസ്റ്റൻസ് ഓഫ് എ നോം പ്രിസർവിംഗ് ലീനിയർ എക്സ്റ്റൻഷൻ ഓഫ് എ ഫങ്ഷണൽ ഓൺ എ സബ്സ്പേസ് ഓഫ് എ നോംഡ് ലീനിയർ സ്പേസ്. അതാണ് എക്സ്റ്റൻഷൻ തിയറം നമുക്ക് എൻഷുർ ചെയ്യുന്നത്. ഇനി നമ്മൾ യൂണിറ്റ് 4 കംപ്ലീറ്റ്നെസ് ആണ്. അത് എന്താണ് ബ്ലോക്ക് 2 ബനാക് സ്പേസിലുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ബനാക് സ്പേസസ് എന്താന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നോർമഡ് ലീനിയർ സ്പേസസിനെയാണ് നമ്മൾ ബനാക് സ്പേസ് എന്ന് പറയുന്നത്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ബനാക് സ്പേസും പ്രോപ്പർട്ടീസ് ഓഫ് ബനാക് സ്പേസും. എന്താണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത് നമുക്കല്ലേ? എന്താണ് കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ കോഷി സീക്വൻസ് എന്ത് ചെയ്യും? കൺവർ ചെയ്യും. ആ ഒരു സ്പേസിലേക്ക് കൺവർ ചെയ്യും. ഒരു സ്പേസിൽ തന്നെ ഒരു ലിമിറ്റ് പോയിന്റിലേക്ക് കൺവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കംപ്ലീറ്റ് എന്ന് പറയും. നമുക്കറിയില്ല എന്താണ് കോഷി സീക്വൻസ്. നമ്മൾ എൻ ചൂസ് ചെയ്താൽ ആ എന്നിനേക്കാളും വലിയ ഏതൊരു N1 N2 നമ്മൾ എടുത്താലും അതിൻ്റെ ഡിസ്റ്റൻസ് d(x(n1) x(n2) എന്തായിരിക്കും? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഒരു എന്നിനേക്കാളും വലിയ ഏത് നമ്പറിൻ്റെ ഡിസ്റ്റൻസും ലെസ് ദാൻ എപ്സിലോൺ ആവും. ഇതിനാണ് നമ്മളൊരു കോഷി സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് രണ്ട് ഡെഫിനിഷൻസ് ആണ്. ഒന്ന് പോയിന്റ് വൈസ് ആൻഡ് യൂണിഫോം ബൗണ്ടഡ്നെസ് ആണ്. രണ്ടാമത്തത് യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിളുമാണ്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ യൂണിറ്റ് 6ൽ 3 തിയറംസ് ആണ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ മാപ്പിംഗ് തിയറം, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം, ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം. അപ്പോൾ ഓപ്പൺ മാപ്പിംഗ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവൂലേ? അപ്പോൾ ഒരു ടി എന്ന് പറഞ്ഞത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. എക്സ് എന്താവാം? മെട്രിക് സ്പേസോ നോർമൽ ലീനിയർ സ്പേസോ ആവാം. അപ്പോൾ ഏതൊരു ഓപ്പൺ സെറ്റ് യു എന്ന ഒരു ഓപ്പൺ സെറ്റ് നമ്മൾ എക്സിൽ എടുത്താലും നമുക്ക് എന്ത് ചെയ്യണം? ടി ഓഫ് യു എന്ന് പറയുന്നത് എന്താവണം? വൈയിൽ ഓപ്പൺ ആവണം. നമ്മൾ ഏതൊരു ഓപ്പൺ സെറ്റിനെയും ഓപ്പൺ സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് ഓപ്പൺ മാപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനോട് റിലേറ്റ് ചെയ്ത തിയറമാണ് ഓപ്പൺ മാപ്പിംഗ് തിയറം. പിന്നെ അതുപോലെ ക്ലോസ്ഡ് ഗ്രാഫ് തിയറത്തിൽ നമ്മൾ എന്താണ് ക്ലോസ്ഡ് ഗ്രാഫ് എന്ന് പഠിക്കും. അതിനോട് റിലേറ്റ് ചെയ്തത് ക്ലോസ്ഡ് ഗ്രാഫ് തിയറും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു എഫ് എന്ന് പറഞ്ഞത് BL(x(y) എന്ന് എടുത്തു. BL(x(y) എന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഫ്രം എക്സ് ടു വൈ. എക്സ് എന്ന് വൈയിലേക്കുള്ള ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. എക്സും വൈയും ഇവിടെ ബനാക് സ്പേസസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ എഫ് ബൈജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഇൻവേഴ്സും ബൈജക്റ്റീവ് ആണെന്ന് പറയാം. അതാണ് ഇവിടെ ബൗണ്ടഡ് ഇൻവേഴ്സ് തിയറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് 7ൽ ഡ്യുവൽ സ്പേസസും പിന്നെ ഡ്യുവൽ ഓഫ് സം ഫെമിലിയർ സ്പേസസ്, സബ് സ്പേസ് ഓഫ് ഡ്യുവാലിറ്റിയും റിഫ്ലക്സീവ് സ്പേസസും ആണ് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡ്യുവൽ സ്പേസസ് എന്താണ്? നമ്മളിപ്പോൾ ലീനിയർ ആൾജിബ്രയിൽ ഡ്യുവലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ ഫങ്ഷണൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ലീനിയർ ആൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഡുവൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഫ്രം എക്സ് ടു വൈ. ഈ വൈയുടെ സ്ഥാനത്ത് നമ്മൾ കെ ആണെങ്കിൽ, കെ ഏതെങ്കിലും ഫീൽഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് എന്ന് പറയും. ഈ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് ഓൺ എക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഡുവൽ സ്പേസ് എന്ന് പറയും. ഇപ്പോൾ എക്സിന്റെ ഡുവലിനെ നമ്മൾ x' എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ എക്സും x' തമ്മിലുള്ള റിലേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കെ എന്ന് പറയുന്നത്, അതായത് ഫീൽഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ റിയൽ ഫീൽഡോ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫീൽഡോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂണിറ്റ് 8ൽ നമ്മൾ പറയുന്നത് ജോമെട്രി ഓഫ് ഹിൽബർട്ട് സ്പേസസ് ആണ്. അതിൽ കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. അതാണ് ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഹിൽബർട്ട് സ്പേസ് എന്ന് പറയും. അതിൽ ഓർത്തോഗണാലിറ്റി ആണ് പറയുന്നത്. ഓർത്തോഗണൽ ആണെന്ന് ഇപ്പോൾ രണ്ട് വെക്ടേഴ്സ് എടുത്തു, അത് ഓർത്തോഗണൽ ആണെന്ന് ഇങ്ങനെയാണ് പറയുക. ഇപ്പോൾ UV രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് UV എന്താണ്? =0 ആണെങ്കിൽ നമ്മൾ യുവും വിയും ഓർത്തോഗണൽ ആണെന്ന് പറയും. പിന്നെ ഇവിടെ പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ബെസ്റ്റ് അപ്രോക്സിമേഷനും പ്രൊജക്ഷൻ തിയറും റേസ് റെപ്രസെൻറ്റേഷൻ തിയറും ആണ്. പിന്നെ ഓർത്തോനോർമൽ സെറ്റ്സിനെ കുറിച്ച് പറയും. ഓർത്തോനോർമൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഓർത്തോഗണലും ആവണം, പിന്നെ നോർമാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോനോർമൽ സെറ്റ്സ് എന്ന് പറയും. ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ U1 U2 UN എന്ന് പറയുന്നത് ഒരു RNന്റെ ബേസിസ് ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ ഓർത്തോനോർമൽ എന്ന് പറയും. UI UJ എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് UI UJ എന്ന് പറയുന്നത് =0, ഓർത്തോഗണാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ എന്ത് ചെയ്യും? UI UA എന്താണ്?
ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് യു എ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് നോർമാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറയും. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ നമ്മൾ ഓരോ ടോപ്പിക്സ് എടുക്കുമ്പോഴും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയും. ഇപ്പം നമ്മൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാണ്. പിന്നെ ഇതിൽ ബെസൽസ് ഇനീക്വാലിറ്റിയും പാർസൽസ് ഇനീക്വാലിറ്റിയും റൈസ് ഫിഷർ തിയറും കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 10 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഓൺ ഹിൽബർട്ട് സ്പേസസ് ആണ്. അതിൽ അഡ്ജോയിന്റ് ഓപ്പറേറ്റർ, നോർമൽ, യൂണിറ്ററി, സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹിൽബർട്ട് സ്പേസിൽ ഒരു ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ പറയാം. പക്ഷേ നമ്മൾ ഈ അഡ്ജോയിന്റ്, നോർമൽ, യൂണിറ്ററി, സെൽഫ് അഡ്ജോയിന്റ്, ഈ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് ഫെമിലിയർ ആയ വേർഡ്സ് ആണല്ലേ. നമ്മൾ ഒരു മെട്രിക്സിന്റെ ഈ ഒരു വേർഡ്സ് കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് എന്താണെന്ന് ഒന്ന് നോക്കി പോവാം. അപ്പൊ ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സ്, അതിന്റെ അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് ആണല്ലേ ആ മെട്രിക്സിന്റെ അഡ്ജോയിന്റ്. അപ്പൊ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നതിനെയാണ് സെൽഫ് അഡ്ജോയിന്റ് എന്ന് പറയും. അപ്പൊ നോർമൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് ഇൻറ്റു എ ആണെങ്കിൽ നമ്മൾ നോർമൽ എന്ന് പറയും. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ഐ ഈക്വൽ ടു എ ട്രാൻസ്പോസ് കോഞ്ചുഗേറ്റ് ഇൻറ്റു എ ആണെങ്കിൽ യൂണിറ്ററി എന്ന് പറയും. ജസ്റ്റ് ഈ ഒരു വേർഡ്സ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അത് ആ ഒരു ടോപ്പിക്കിൽ ഡെഫിനിഷനും അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും പിന്നെ അഡ്ജോയിന്റ് ഓഫ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്ററുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 12 പറയുന്നത് സ്പെക്ട്രൽ തിയറി ഓഫ് കോമ്പാക്റ്റ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അതിൽ സ്പെക്ട്രം, അതിൻ്റെ ഡെഫിനിഷൻസ്, എക്സാമ്പിൾസ്, പിന്നെ അതിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ്, പിന്നെ സ്പെക്ട്രൽ തിയറി ഓഫ് കോമ്പാക്റ്റ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ. ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റേഴ്സിനെ സെറ്റ് ഓഫ് സ്കെയിലേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിനാണ് നമ്മൾ ശരിക്കും സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ സ്പെക്ട്രം ഓഫ് എൻ ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ അത് ഒരു ഹിൽബർട്ട് സ്പേസിലോ അല്ലെങ്കിൽ ഒരു സ്പേസിൽ പറയുകയാണെങ്കിൽ അതെന്താണ്? ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിലാണെങ്കിൽ ഇത് ഏഗൺ വാല്യൂസിന് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ അല്ല സോറി, ഏഗൺ വാല്യൂസിന് ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏഗൺ വാല്യൂസ് എന്താണ്, ഏഗൺ വെക്ടേഴ്സ് എന്താണെന്ന് അറിയല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടെ സ്പെക്ട്രം ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിലും ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിലും ഒക്കെ ഉള്ളത് ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പ് നമുക്ക് എന്താണ് ഏഗൺ വാല്യൂസ്, എന്താണ് ഏഗൺ വെക്ടേഴ്സ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ വി എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വെക്ടർ ആണ്. എ വി ഈക്വൽ ടു ലാംഡ വി എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡയാണ് നമ്മൾ എന്ത് പറയുന്ന ഏഗൺ വാല്യൂ എന്ന് പറയുന്നത്. ആ വി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ആണ് ഏഗൺ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇപ്പം നമ്മൾ ഒരുപാട് ടോപ്പിക്സ് ഇങ്ങനെ പറഞ്ഞു പോയി. ഇത് കുറച്ച് ലെങ്തി ആയി, ഞാൻ പറഞ്ഞല്ലോ. ഫങ്ഷണൽ അനാലിസിസ് അത്യാവശ്യം കുറച്ച് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും ബേസിക് മുതൽ ഓരോ ഡെഫിനിഷൻസും കാര്യങ്ങളും പറഞ്ഞു പോവാം. അപ്പോൾ എന്താ ചെയ്താ ഞാൻ പറഞ്ഞ ടോപ്പിക്സൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ മുമ്പ് പഠിച്ചിരുന്ന ടോപ്പിക് ഒന്ന് റീകാൾ ചെയ്ത് വരിക. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെട്ടെന്ന് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ലാഗ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ ഇതെന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ടൈം എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ജസ്റ്റ് അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? ഓരോ ടോപ്പിക്സും ഒന്ന് നോക്കി വരിക. ഓക്കെ. അപ്പോൾ താങ്ക് യു.